കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റ് നൈൽ പനിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിലവിൽ ജില്ലയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ജില്ലയിൽ പനി സ്ഥിരീകരിച്ച 5 കേസുകളിൽ 4 പേരും ആശുപത്രി വിട്ടു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ജില്ലാ ആരോഗ്യവകുപ്പിലെ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയാണ്. നിപ്പയുടെ ആശങ്കയിൽ നിന്നും കോഴിക്കോട് ജില്ല മെല്ലെ മുക്തമാകുന്നതിനിടയിലാണ് വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്യുന്നത്. കൊതുക് പരത്തുന്ന രോഗമായതിനാൽ വലിയ ഭീതിയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ജില്ലയിലില്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ ജാഗ്രതയോടെ തന്നെ പനിയെ നേരിടണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ 5 കേസുകളാണ് കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ സ്ഥിരീകരിച്ചത്. ഇതിൽ 4 പേരും രോഗം ഭേദമായി ആശുപത്രി വിട്ടു. ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത് ഒരു പാനിക് പോലെ ഇപ്പോൾ സിറ്റുവേഷൻ ഇല്ല. കാരണം വെസ്റ്റ് നൈൽ വൈറസ് ഡെങ്കു തന്നെ ഇത് സിമിലർ സ്റ്റൈലിലെ ഒരു ഡിസീസാണ്. സിംറ്റംസും വളരെ സിമിലർ ആണ്. ആസ് യു നോ, ഹെഡ് ഏക്ക്, ഫീവർ, ബോഡി ഏക്ക്, പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസിൽ കുറച്ച് എക്സ്ട്രാ സിംറ്റം വരും. ഇപ്പം ഒരു സസ്പെക്റ്റഡ് കേസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൺഫർമേഷൻ ആയിട്ടില്ല. രോഗം റിപ്പോർട്ട് ചെയ്ത എല്ലാ പ്രദേശങ്ങളിലും ജില്ലാ ആരോഗ്യവകുപ്പിലെ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി വരികയാണ്. നിലവിൽ ഹോട്ട്സ്പോട്ടുകളൊന്നും ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. വെസ്റ്റ് നൈൽ പനി ബാധിക്കുന്നവരിൽ 80% പേരിലും ലക്ഷണങ്ങൾ കാണാറില്ല. അതിനാൽ തന്നെ കൂടുതൽ കരുതലോടെയുള്ള പ്രവർത്തനം വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 3 കേസുകളും നന്മുണ്ടയിലും കൂടരഞ്ഞിയിലും ഓരോ കേസുകളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനം, കോഴിക്കോട്.